തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510 ആയാൽ നടുവിലത്തെ സംഖ്യ എത്ര? തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510 ആയാൽ നടുവിലത്തെ സംഖ്യ എത്ര? അപ്പോൾ നടുവിലത്തെ സംഖ്യ എക്സ് എന്ന് കരുതിക്കോ. നടുവിലത്തെ സംഖ്യ നടുവിൽ എക്സ് ആണെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണം, ഈ കണക്കുമായി ബന്ധമില്ലാത്ത ഒരു ഉദാഹരണം. നടുവിലത്തെ സംഖ്യ 6 ആണെന്ന് കരുതുകയാണെങ്കിൽ മൊത്തം 5 സംഖ്യയാണ് ഉള്ളത്. വലത് സൈഡിൽ 2 സംഖ്യ, 6 കഴിഞ്ഞാൽ 7, 8. 6 നടുവിലത്തെ സംഖ്യ എന്ന് കരുതുക. അപ്പോൾ വലത് സൈഡിൽ 2 സംഖ്യ വരും, ഇടത് സൈഡിൽ 2 സംഖ്യ വരും. അപ്പോൾ 6 ഇടതിൽ വരുന്നത് 5ഉം 4. 6 നടുവിലത്തെ സംഖ്യ. ഇത് മൊത്തം കൂട്ടുമ്പോൾ 30 ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നടുവിലത്തെ സംഖ്യ വലതോട്ട് പോകുമ്പോൾ നടുവിലത്തെ സംഖ്യയുടെ വലത് ഭാഗത്തോട്ട് 1 കൂടി പോകുന്നു, ഇടത് ഭാഗത്തേക്ക് 1 കുറഞ്ഞു പോകുന്നു. ഇനി നടുവിലത്തെ സംഖ്യ നമ്മൾ എക്സ് എന്ന് പറഞ്ഞു. നടുവിലത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ വലത് സൈഡിലുള്ള 2 സംഖ്യ എക്സ് 1 കൂടി കൂടുന്നു, എക്സ് അധികം 1. ഇനി അടുത്ത സംഖ്യ എക്സ് അധികം 2. ഇനി ഇടതോട്ട് വരുമ്പോഴത്തേക്ക് ഓരോന്ന് 2 സംഖ്യയുള്ളത് കുറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ എക്സ് -1, എക്സ് -2. അപ്പോൾ എക്സിൽ നിന്നും ഇവിടെ 1 കുറഞ്ഞു, ഇവിടെ 2 കുറഞ്ഞു. അതുപോലെ തന്നെ 6ൽ നിന്ന് 1 കുറഞ്ഞ് 6ൽ നിന്നും ഇവിടെ 2 കുറഞ്ഞു. അപ്പോൾ മൊത്തം 5 സംഖ്യ വന്ന് 1, 2, 3, 4, 5. നടുവിലത്തെ സംഖ്യ എക്സ്. അപ്പോൾ എക്സ് -2 അധികം എക്സ് -1 അധികം എക്സ് അധികം എക്സ് +1 അധികം എക്സ് +2. അപ്പോൾ നടുവിലത്തെ സംഖ്യ x1, ഇടതോട്ട് 2 സംഖ്യ x-1, s+2. വലതോട്ട് 2 സംഖ്യ s+1, s+2. എല്ലാം കൂടി കൂട്ടുമ്പോൾ 510 എല്ലാം കൂടി കൂട്ടുമ്പോൾ 510. ഇവിടെ x-2 x-2ഉം x+2ഉം കൂടി പോകുന്നു. ഇനി -1ഉം +1ഉമായി പോകുന്നു. ബാക്കിയുള്ളതെല്ലാം എക്സ് മാത്രം. എത്ര എക്സ് ഉണ്ട്? 1, 2, 3, 4, 5 എക്സ് ഉണ്ട്.
അപ്പം 5x സമം 510. അങ്ങനെയാണെങ്കിൽ x സമം 510 മൈനസ് 5 സമം 102.